ഹലോ ഫ്രണ്ട്സ്, ഇഗ്നോ ഫോക്കസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇഗ്നോയിൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും റിസൾട്ട് വന്നത് അറിഞ്ഞു കാണുമല്ലോ. ഇപ്പോൾ എല്ലാ കൂട്ടുകാർക്കുമുള്ളൊരു സംശയമാണ് ഇഗ്നോയിൽ സപ്ലൈ എക്സാം, റീവാലുവേഷൻ, ഇംപ്രൂവ്മെൻ്റ് എക്സാം ഒക്കെ ഉണ്ടോ എന്ന്. എല്ലാത്തിനുള്ള ഉത്തരവും ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഇംപ്രൂവ്മെൻ്റ് എക്സാം, സേ എക്സാം, റീവാലുവേഷൻ, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഒരു സബ്ജക്റ്റിനും ഇംപ്രൂവ്മെൻ്റ് എക്സാം എന്ന ഒരു എക്സാം ഇല്ല. നോർമലി ഇംപ്രൂവ്മെൻ്റ് എക്സാം എന്നത് ഒരു സബ്ജക്റ്റിൽ നമുക്ക് ആവശ്യമുള്ള മാർക്ക് ലഭിച്ചില്ല, നമ്മൾ വിചാരിച്ചത്ര മാർക്ക് ലഭിച്ചില്ല എങ്കിൽ ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ ഫീ അടച്ച് നമ്മൾ രണ്ടാമത്തെ അതേ എക്സാം എഴുതുന്നതാണ് ഇംപ്രൂവ്മെൻ്റ് എക്സാം എന്നത്. പക്ഷേ ഇഗ്നോൻ്റെ അടുത്ത് നമ്മൾ ഒരു സബ്ജക്റ്റിൽ ജസ്റ്റ് പാസിംഗ് മാർക്ക് മാത്രമാണ്. ഇപ്പോൾ PGയിലാണെങ്കിൽ 40, UGയിലാണെങ്കിൽ 35 കിട്ടിയിട്ട് നമ്മൾ പാസ്സായെന്ന് വിചാരിക്കുക. ജസ്റ്റ് പാസിംഗ് മാർക്ക് കിട്ടിയതിന് ശേഷം നമുക്ക് ആ ഒരു സബ്ജക്റ്റ് വീണ്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കുകയില്ല. അതിൽ നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ തന്നെ ഇഫ് യു ഓൾറെഡി പാസ്ഡ് എന്ന ഓപ്ഷൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് രണ്ടാമതായിട്ട് നമ്മൾ ഒരു ജസ്റ്റ് പാസ്സാണെങ്കിലുള്ള സബ്ജക്റ്റിന് നമുക്ക് എന്താക്കാൻ പറ്റില്ല, രണ്ടാമത് ഇംപ്രൂവ്മെൻ്റ് എക്സാം പോലെ എഴുതാൻ പറ്റില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് പാസിംഗ് മാർക്ക് ഇല്ല, നിങ്ങൾ ഫെയിലായി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് രണ്ടാമത് സപ്ലൈ എക്സാം ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഇല്ല. നമ്മളെപ്പോഴും 6 മന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ എക്സാം എഴുതാൻ പോകുമല്ലോ, നോർമൽ എക്സാം പോലെ. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് എക്സാമിന് അപ്ലൈ ചെയ്തിട്ട് രണ്ടാമത് ആ സബ്ജക്റ്റ് എഴുതുകയാണ്. അല്ലാതെ ഇതിൽ സപ്ലൈ എക്സാം, സേ എക്സാം അങ്ങനത്തെ ഒരു എക്സാമും ഇല്ല. ഇപ്പോൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഒരു നോർമലി നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്നത് പോലെ 200 റുപ്പീസ് പേ ചെയ്തിട്ട് നോർമലി ആയിട്ട് ഇപ്പോൾ ജൂൺ സെക്ഷനിൽ അല്ലെങ്കിൽ ഡിസംബർ സെക്ഷനിൽ നിങ്ങൾക്ക് ഏത് സെക്ഷനിൽ വേണമെങ്കിൽ രണ്ടാമതായിട്ട് എക്സാം എഴുതാൻ പറ്റുന്നതാണ്. ജസ്റ്റ് പാസ്സായാൽ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് എക്സാം എഴുതാൻ സാധിക്കില്ല. അത് എന്തായാലും അവിടെ ഓൾറെഡി പാസ്ഡ് എന്ന് കാണിക്കുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ജസ്റ്റ് പാസിംഗ് മാർക്കാണെങ്കിലും ഹയസ്റ്റ് സ്കോർ കിട്ടിയാലാണെങ്കിലും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല. ഇനി അടുത്തതായി വരുന്നത് റീവാലുവേഷനാണ്. നിങ്ങളൊരു സബ്ജക്റ്റിൽ ഫെയിലായി അല്ലെങ്കിൽ നിങ്ങൾ പാസ്സായിട്ട് നിങ്ങൾക്ക് വേണ്ടത്ര പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ് റീവാലുവേഷൻ. റീവാലുവേഷന് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്രയും ഉറപ്പുണ്ടായിരിക്കണം നിങ്ങൾ അത്രയും നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്യാഷ് വെറുതെ കളയാവുന്നതാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല റീവാലുവേഷന് വേണ്ടി. കാരണം നമ്മൾക്ക് ഉറപ്പില്ല മാർക്ക് കൂടുമെന്ന് നമുക്ക് ഒരു പ്രതീക്ഷയും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഭാഗ്യം പോലെ ഇരിക്കും. നമ്മൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല മാർക്ക് കൂടും. റീവാലുവേഷന് കൊടുത്തിട്ട് മാർക്ക് കൂടിയ കുറേ പേരുണ്ട്. റീവാലുവേഷനായി നമ്മൾ ഒരു പെർ സബ്ജക്റ്റിന് 750 രൂപയാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. ആൻസർ ഷീറ്റിൻ്റെ കോപ്പിയും കൂടി നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു 100 റുപ്പീസ് എക്സ്ട്രാ പേ ചെയ്യണം. പിന്നെ റീവാലുവേഷന് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ റിസൾട്ട് എപ്പോൾ വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ നോർമൽ റിസൾട്ട് വരുന്നത് തന്നെ വളരെ വൈകിയാണ്. ഇപ്പോൾ പോലും കംപ്ലീറ്റ് റിസൾട്ട് വന്നിട്ടില്ല. സോ നിങ്ങൾ നന്നായിട്ട് എക്സാം എഴുതിയിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം റീവാലുവേഷന് കൊടുത്താൽ മതി. പിന്നെ റീവാലുവേഷൻ അസൈൻമെൻറ്റ്സിന്, പ്രൊജക്ട്സിന്, പ്രാക്ടിക്കൽ എക്സാമിനൊന്നും കൊടുക്കാൻ പറ്റില്ല. ഓൺലി തിയറി എക്സാമിന് മാത്രമേ റീവാലുവേഷന് കൊടുക്കാൻ പറ്റുള്ളൂ. റീവാലുവേഷന് കൊടുക്കുന്നെങ്കിൽ 750 രൂപയും നിങ്ങൾക്ക് എക്സാം ആൻസർ ഷീറ്റിൻ്റെ കോപ്പി മാത്രം മതിയെങ്കിൽ 100 റുപ്പീസും പേ ചെയ്താൽ മതി. പിന്നെ റീവാലുവേഷന് കൊടുക്കേണ്ടത് എപ്പോഴാണെന്ന് നമ്മുടെ റിസൾട്ട് വന്നതിന് ശേഷം ആ ഒരു ടൈമിന് 1 മന്തിൻ്റെ ആ ഒരു ടൈമിനാണ് നമ്മൾ റീവാലുവേഷന് കൊടുക്കേണ്ടത്. പിന്നെ റീവാലുവേഷന് കൊടുത്തതിന് ശേഷം ഏത് മാർക്കാണ് ഫൈനൽ ഗ്രേഡിൽ ആയിട്ട് വരുന്നതെന്ന് ചോദിച്ചാൽ ഏത് മാർക്കാണ് നമ്മൾക്ക് ഹയസ്റ്റ് ആയിട്ട് ലഭിച്ചത് ആ മാർക്കാണ് നമ്മുടെ ഫൈനൽ സർട്ടിഫിക്കറ്റിൽ വരുന്നത്. റീവാലുവേഷൻ എപ്പോൾ കൊടുക്കാമെന്ന് ചോദിച്ചാൽ നമ്മളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം 40 ഡേയ്സിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ റീവാലുവേഷന് കൊടുക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് റീവാലുവേഷൻ ചെയ്യേണ്ട, നിങ്ങൾക്ക് ആൻസർ ഷീറ്റിൻ്റെ കോപ്പി മാത്രം മതിയെങ്കിൽ നിങ്ങൾ 30 ഡേയ്സിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾ ആൻസർ ഷീറ്റിൻ്റെ കോപ്പിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരിക്കണം. പിന്നെ എങ്ങനെയാണ് നമ്മൾ സൈറ്റ് വഴി റീവാലുവേഷൻ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഗൂഗിളിൽ ഇഗ്നോ എന്ന് സെർച്ച് ചെയ്യുക. അതിൽ സ്റ്റുഡൻറ്റ് സർവീസസ് റിസൾട്ട് എന്ന ഓപ്ഷൻ കാണും, അത് സെലക്ട് ചെയ്യുക. അവിടെയായി 5 ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ അവസാന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. റീവാലുവേഷനായിട്ട് കോപ്പി ഓഫ് ആൻസർ സ്ക്രിപ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വിൻഡോയിലേക്ക് നമ്മൾ കിടക്കുന്നതാണ്. അതിൽ സ്വൈപ്പ് ആക്കിയിട്ട് നമ്മൾ ഡിക്ലറേഷൻ കൊടുക്കുക. ഡിക്ലറേഷൻ കൊടുത്തിട്ട് എഗ്രി ആൻഡ് പ്രൊസീഡ് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൻ്റെ താഴെയായി 2 ഓപ്ഷൻസ് നമുക്ക് കാണാം.
June 2024 എക്സാം സ്റ്റുഡൻറ്റ് ആൻഡ് December 2024 എക്സാം സ്റ്റുഡൻറ്റ്. നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻസിൻ്റെ നേരെ ന്യൂ എന്ന് കാണാൻ സാധിക്കും. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വിൻഡോയിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുന്നതാണ്. അതിൽ നമ്മൾ എൻറോൾ നമ്പർ, പ്രോഗ്രാം കോഡ്, അപ്ലൈ ഫോർ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൽ ലോഗിൻ ചെയ്തിട്ട് നമുക്ക് റീവാലുവേഷൻ ആണെങ്കിൽ റീവാലുവേഷൻ, അല്ലെങ്കിൽ ആൻസർ ഷീറ്റിൻ്റെ കോപ്പിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ അതും അപ്ലൈ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്